തുർക്കിയിലേക്കുള്ള തീർത്ഥാടനം ആരംഭിക്കുന്നത് നേപ്പിൾസിൽ നിന്നാണെങ്കിലും ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് 5 മണിക്കൂർ സമയം ഏഥൻസിലുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞു. ഏഥൻസിൽ നിന്ന് വൈകുന്നേരം 6 മണിക്കാണ് തുർക്കിയിലേക്കുള്ള അടുത്ത ഫ്ലൈറ്റ് ഉള്ളത്. ഞങ്ങളങ്ങനെ ഏഥൻസ് നഗരമൊക്കെ കണ്ട് പൗലോസ്ലിയ സുവിശേഷം അറിയിച്ച് ആരിപ്പാഗസൊക്കെ കണ്ട് ഏതാണ്ട് 4:30 ഞങ്ങൾ എയർപോർട്ടിലെത്തി. അങ്ങനെ 4:30 എയർപോർട്ടിലെത്തി ഫ്ലൈറ്റിൻ്റെ ചെക്കിനൊക്കെ ചെയ്ത് 6 മണിക്കുള്ള ഫ്ലൈറ്റിനായിട്ട് ഞങ്ങൾ കാത്തിരുന്നു. കൃത്യം 6 മണിക്ക് തന്നെ ഫ്ലൈറ്റിൽ യാത്ര തുടർന്നു. ഞങ്ങൾ 8 മണിക്കാണ് ഇസ്മീറിലെത്തുന്നത്. തുർക്കിയിലെ ഇസ്മീറിലെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് 8 മണിക്കാണ്. ഡിസംബർ മാസമാണ്. ഡിസംബർ മാസത്തിലൊക്കെ പകലിന് ദൈർഘ്യം കുറവാണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം 4 മണിയൊക്കെ കഴിയുമ്പോൾ തൊട്ടേ ഇരുട്ടായി തുടങ്ങും. ചുരുക്കി പറഞ്ഞാൽ 8 മണിക്ക് ഞങ്ങൾ തുർക്കിയിലെ ഇസ്മീറിലെത്തുമ്പോൾ നന്നായിട്ട് ഇരുട്ടായി കഴിഞ്ഞു. തുർക്കിയിലെ ഞങ്ങളുടെ ആദ്യത്തെ ദിവസമാണ്. തുർക്കിയിലെ ഇസ്മീറിലെത്തി എന്നുള്ളൊരു സന്തോഷത്തിലാണ്. അങ്ങനെ ഞങ്ങൾ ഇസ്മീർ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഇനി ഇസ്മീർ എയർപോർട്ടിൽ നിന്നും ഞങ്ങളുടെ ആദ്യ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്മീറിലുള്ള മാതാവിൻ്റെ വീട്ടിലേക്ക് പോകുക എന്നുള്ളതാണ്. സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാൻ സ്ലീഹയോട് പറയുകയാണ്, ഇതാ നിൻ്റെ അമ്മ. പരിശുദ്ധ അമ്മയോട് പറയുകയാണ്, ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ ഈശോയുടെ കുരിശു മരണത്തിന് ശേഷം ശിഷ്യന്മാർ എല്ലാവരും സുവിശേഷം അറിയിക്കാൻ വേണ്ടി ലോകം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ ശിഷ്യന്മാരെല്ലാവരും തനിച്ചാണ് പോകുന്നത്. എന്നാൽ യോഹന്നാൻ സ്ലീഹ മാത്രം സുവിശേഷം അറിയിക്കുമ്പോൾ കൂടെ പരിശുദ്ധ അമ്മയെയും കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പാടുന്നുണ്ടല്ലോ, യോഹന്നാനെ എഴുതി നരകുല രക്ഷകനാം എന്നുള്ള ഗീതം ആലപിക്കുമ്പോൾ യോഹന്നാൻ എഫേസൂസിൽ, യോഹന്നാൻ സുവിശേഷം അറിയിച്ചത് എഫേസൂസിലാണ്. ഈ എഫേസൂസ് ഉള്ളത് ഈ ഇസ്മീർ നഗരത്തിലാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇസ്മീർ നഗരത്തിലെത്തുന്നതും. ഈ എഫേസൂസ് നഗരത്തിന് തൊട്ടടുത്താണ് പരിശുദ്ധ അമ്മ താമസിച്ചിരുന്ന വീടുള്ളത്. ഈ വീട്ടിലേക്കാണ് ഞങ്ങളുടെ ആദ്യത്തെ യാത്ര. പക്ഷേ ആദ്യത്തെ യാത്രയിൽ ഞങ്ങൾക്ക് ആദ്യമുണ്ടാകുന്ന വിഘ്നം എന്ന് പറയുന്നത്, എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ റെൻറ്റ് കാറ് ബുക്ക് ചെയ്തിരുന്നു. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഈ ബുക്ക് ചെയ്ത കാറിൻ്റെ ഓഫീസ് കണ്ടെത്താൻ വേണ്ടി എയർപോർട്ടിന് പുറത്തിറങ്ങി. നല്ല തണുപ്പാണ്. ഞാൻ ആദ്യം തന്നെ ഈ ബുക്ക് ചെയ്ത കാറിൻ്റെ ഓഫീസ് കണ്ടെത്താൻ വേണ്ടി എയർപോർട്ട് മുഴുവനും കൂടെ നടന്നു. ഓഫീസ് കാണാഞ്ഞതുകൊണ്ട് ഞാൻ എയർപോർട്ടിന് പുറത്തിറങ്ങിയപ്പോൾ തീർച്ചയായിട്ടും പിതാക്കന്മാരും റോജനച്ചനും പുറത്തിറങ്ങി. പക്ഷേ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അകത്ത് മാത്രമേ ഓഫീസുകളുള്ളൂ, പുറത്ത് കടകളൊന്നുമില്ല. ചെറിയൊരു എയർപോർട്ടാണ്, പുറത്ത് കടകളൊന്നുമില്ല. പുറത്തെല്ലാം പാർക്കിംഗ് ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. ടൗണ് വളരെ ദൂരത്തിലാണ്. ഈ എയർപോർട്ടിൽ നിന്നും വളരെ ദൂരത്തിലാണ് ടൗൺ എന്നൊക്കെ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഞാൻ തിരിച്ച് യാത്ര ചെയ്യുന്ന പോലെ തിരിച്ച് ചെക്ക് ഇൻ ചെയ്ത് ഞാൻ എയർപോർട്ടിനകത്ത് കയറി. സ്വാഭാവികമായിട്ടും ഈ സമയത്ത് പിതാക്കന്മാരും റോജനച്ചനും പുറത്ത് തണുപ്പടിച്ച് നിൽക്കുകയാണ്. ഞാൻ അകത്ത് കയറി ഏതാണ്ട് 15-20 മിനിറ്റോളം കഴിഞ്ഞ് എല്ലാ കടകളും ചെക്ക് ചെയ്തിട്ടും എനിക്ക് മനസ്സിലായി ബുക്ക് ചെയ്ത കാറിൻ്റെ ഓഫീസ് ഇവിടെ ഇല്ല, കബളിപ്പിക്കപ്പെട്ടു എന്നെനിക്ക് മനസ്സിലായി. കാരണം ഈ കാറിൻ്റെ ഓഫീസ് ഇസ്മീർ നഗരത്തിലേ ഉള്ളൂ, എയർപോർട്ടിലില്ല. ഞാൻ ഇത് ബുക്ക് ചെയ്യുമ്പോൾ ഇസ്മീർ എയർപോർട്ടിലുണ്ട് എന്ന് വിചാരിച്ചാണ് ഞാൻ ബുക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് ലൊക്കേഷൻ കാണിച്ചത്. പൈസ മുഴുവൻ പോയി, യാത്ര കുളമായി. യാത്രയിൽ ആദ്യ വിഘ്നം സംഭവിക്കുന്നു എന്നൊക്കെ വിചാരിച്ച് എനിക്കാകെ സങ്കടമായില്ല, എങ്കിലും ആകെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. ഈ പ്രതിസന്ധി എങ്ങനെ നേരിടണം എന്നുള്ള വിചാരം വന്നു. അങ്ങനെ ഞാൻ മറ്റ് കടകളിൽ ചെന്ന കാര്യം പറഞ്ഞു. കാർ റെൻറ്റിന് കൊടുക്കുന്ന കടകളിൽ ചെന്ന കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, ഈ എയർപോർട്ടിൽ ഇതിൻ്റെ ഓഫീസില്ല, ഇസ്മീർ ടൗണിലേക്ക് പോകണം, ടാക്സി വല്ലതും എടുത്തുകൊണ്ട് നിനക്ക് പോകാം എന്ന് പറഞ്ഞ് അവരും കൈയൊഴിഞ്ഞു. ഓരോ കടക്കാരും വൈകുന്നേരം 8 മണി ആയതുകൊണ്ട് തന്നെ അന്ന് രാത്രി ഇനി ഇസ്മീർ എയർപോർട്ടിലേക്ക് മറ്റ് ഫ്ലൈറ്റുകളൊന്നും ഇല്ലാഞ്ഞതുകൊണ്ടും ഓരോ കടകളുമായിട്ട് അടച്ച് പോവുകയാണ്. അപ്പോൾ പോകുന്നവരെല്ലാം ഗുഡ് ബൈ പറഞ്ഞ്, നിൻ്റെ കാര്യം നീ നോക്കിക്കോളൂ, ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാൻ സാധിക്കില്ല. എല്ലാം തുർക്കിഷ് ഭാഷയിലാണ് പറയുന്നത്. അങ്ങനെ നിസ്സഹായനായി ഞാൻ നിൽക്കുന്നു. തുടർന്ന് 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നു. എന്താണെങ്കിലും ബുക്ക് ചെയ്ത ഫോൺ നമ്പറിൽ ഞാൻ വിളിക്കുന്നു. വിളിച്ചിട്ട് ആരും റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വരുന്നു. ഈ സമയത്തെല്ലാം പിതാക്കന്മാരും റോജനച്ചനും പുറത്ത് തണുപ്പടിച്ച് നിൽക്കുകയാണ്. ഞാനിപ്പോൾ വരും എന്നുള്ള വിചാരത്തിൽ നിൽക്കുകയാണ്. വണ്ടിയുമായിട്ട് ഉടനെ എത്തും എന്നുള്ള വിചാരത്തിൽ നിൽക്കുകയാണ്. ഏതാണെങ്കിലും 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു. ഞങ്ങൾ വണ്ടിയുമായിട്ട് എയർപോർട്ടിൻ്റെ പാർക്കിങ്ങിൽ ഞങ്ങൾ നിൽപ്പുണ്ട്. വണ്ടി ബുക്ക് ചെയ്ത കമ്പനിക്കാരെന്നെ ഞാൻ വിളിക്കുന്നു. അങ്ങനെ ഞാൻ അവർ പറഞ്ഞ സ്ഥലത്തേക്ക് കബളിപ്പിക്കപ്പെടുമോ എന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരാൾ, ഇവർക്ക് ഇത് ഒരു ഇൻ്റർനാഷണൽ ഏജൻസിയാണ്, പക്ഷേ അവർക്ക് അവിടെ എയർപോർട്ടിൽ ഓഫീസ് ഇല്ലായിരുന്നുവെങ്കിലും ഞാൻ വരുന്ന സമയം നോക്കി അവർ എയർപോർട്ടിൽ വണ്ടിയുമായിട്ട് വന്ന് നിന്നു.
അങ്ങനെ ഞങ്ങൾ എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്ത് വണ്ടി കൈമാറി. അങ്ങനെ ഞങ്ങൾ ഇസ്മീറിലേക്കുള്ള ഞങ്ങളെ യാത്ര ആരംഭിച്ചു. വണ്ടി വാടകയ്ക്ക് എടുക്കാൻ കാരണമുണ്ട്. ഈ പറയുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ, തുർക്കിയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്കും ഇനിയുള്ള തീർത്ഥാടനത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും, ചരിത്രപ്രസിദ്ധമായ ഇങ്ങനെ ക്രൈസ്തവ സ്ഥലങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ വാടകയ്ക്ക് വണ്ടി എടുക്കുക അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല. നേരിട്ട് ബസ്സോ ട്രെയിനോ അല്ലെ മറ്റ് യാത്രാ സൗകര്യങ്ങളൊന്നും തുർക്കിയിലില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു വാടകയ്ക്ക് വണ്ടി എടുത്തെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ വണ്ടി എടുക്കാൻ നിർബന്ധിതരാകുന്നത്. മാത്രമല്ല, കൂടുതൽ സ്ഥലങ്ങൾ കാണുമ്പോൾ വണ്ടി എടുത്തു പോകുന്നതാണ് സൗകര്യം. എന്താണെങ്കിലും ഞങ്ങൾ ഇസ്മീർ എയർപോർട്ടിൽ നിന്നും വണ്ടിയെടുത്തു. ഏതാണ്ട് 1 മണിക്കൂർ മിച്ചം യാത്രയുണ്ട് ഈ മാതാവിൻ്റെ വീട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അത് എഫേസൂസിനടുത്താണ്. കാരണം എഫേസൂസിലാണ് യോഹന്നാൻ സുവിശേഷം അറിയിക്കുമ്പോൾ അതിനടുത്താണ് മാതാവ് താമസിക്കുന്നത്. വൈകുന്നേരം ഞങ്ങൾ 10 മണിയോടുകൂടി സെലൂക്ക് എന്ന് പറയുന്ന എഫേസൂസിനടുത്തുള്ള നഗരത്തിലെത്തി. എഫേസൂസ് നഗരം തന്നെയാണ്. ആ നഗരത്തിലെത്തി ഞങ്ങളന്ന് താമസിക്കേണ്ടിയിരുന്ന ഒരു ഹോം സ്റ്റേ ആണ് അവിടെ. അതാണ് ആകെ ഉണ്ടായിരുന്നത്. അപ്പം അവിടെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. അതിനുശേഷം രാത്രി 10-11 മണിയോടുകൂടി ഞങ്ങൾ പുറത്ത് നഗരത്തിൽ വന്ന് ഭക്ഷണം എന്തെങ്കിലും കിട്ടുമോ എന്ന് വിചാരിച്ച് കടകളൊക്കെ തപ്പി അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് തുറന്ന് കിടപ്പുണ്ടായിരുന്നു അവിടെ വന്ന് ഞങ്ങൾ വൈകുന്നേരം രാത്രിയിൽ വന്ന് പിസ്സയാണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ പിസ്സയൊക്കെ കഴിച്ച് ഞങ്ങൾ ഏതാണ്ട് 11:30 ഞങ്ങൾ അന്നത്തെ യാത്രയെല്ലാം കഴിഞ്ഞ്, കാരണം രാവിലെ 10 മണിക്ക് നേപ്പിൾസിൽ നിന്ന് തുടങ്ങിയതാണ്. നാപ്പോളി എന്നാണ് ഇറ്റാലിയൻ ഭാഷയിൽ പറയുക, നേപ്പിൾസ് എന്നാണ് ഇംഗ്ലീഷിൽ. അങ്ങനെ നേപ്പിൾസിൽ നിന്ന് ഞങ്ങൾ രാവിലെ 10 മണിക്ക് തുടങ്ങിയ യാത്ര 5 മണിക്കൂർ ഏതൻസിൽ സ്റ്റേ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഏതൻസിലെ ആരിപ്പാഗസ് നഗരമൊക്കെ കണ്ട് തിരിച്ച് വൈകുന്നേരം 4:30 എയർപോർട്ടിലെത്തി. 6 മണിക്ക് യാത്ര തുടർന്ന് 8 മണിക്ക് ഈ ഇസ്മീർ എയർപോർട്ടിലെത്തിയതാണ്. അതിനുശേഷമുള്ള 1 മണിക്കൂർ മിച്ചമുള്ള കാർ യാത്രയുണ്ട്. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് രാത്രി 11:30 ഞങ്ങൾ സ്വസ്ഥമായിട്ട് അന്നത്തെ ദിവസത്തിൻ്റെ വിശ്രമത്തിനായിട്ട് ഞങ്ങൾ ഒരുങ്ങി. പിറ്റേ ദിവസം രാവിലെ 7 മണിക്കാണ് വിശുദ്ധ കുർബാന പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പള്ളികൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ചെല്ലുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ മാതാവിൻ്റെ വീട്ടിൽ വിശുദ്ധ കുർബാന ചെല്ലാൻ അവസരമുണ്ട് ആദ്യത്തെ ദിവസം. കാരണം അതിന് 2 വർഷം മുമ്പ് ഞാൻ ഈ യാത്ര നടത്തുമ്പോൾ അവിടെയുള്ള അച്ഛന്മാരുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ യാത്ര ഇങ്ങനെ രണ്ടാമത് യാത്ര പിതാക്കന്മാരുമായിട്ട് വരുമ്പോൾ അവിടെ വിശുദ്ധ കുർബാനയ്ക്ക് സാധ്യതയുണ്ടോ എന്ന് അപേക്ഷിക്കുകയും അവർ രാവിലെ 8:30 പൊതുജനങ്ങൾക്കായിട്ട് ഈ മാതാവിൻ്റെ വീട് തുറന്നു കൊടുക്കുന്നത്. അതിനുശേഷം 8:30 കഴിഞ്ഞാൽ പിന്നെ കുർബാന ചെല്ലാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് 8:30 മുമ്പ് വന്നാൽ കുർബാന ചെല്ലാൻ പറ്റുമെന്ന് ഈ മാതാവിൻ്റെ വീട് ഇന്ന് നോക്കുന്ന ഒരു കപ്പൂച്ചിൻ സന്യാസ സമൂഹത്തിലെ വൈദികരാണ്. അവർ പറഞ്ഞു രാവിലെ 8:30 മുമ്പായിട്ട് വന്ന് കുർബാന ചൊല്ലിക്കഴിഞ്ഞാൽ അങ്ങനെ 7 മണിക്ക് കുർബാന ചെല്ലുവാണെങ്കിൽ കുർബാന ചെല്ലാൻ അവസരമുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ തന്നെ 6 മണിയോടുകൂടി ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ രാവിലെ ഇറങ്ങി. മാതാവിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് എഫേസൂസ് നഗരത്തിൽ നിന്നും, അല്ലെങ്കിൽ പഴയ എഫേസൂസ് നഗരത്തിൽ നിന്നും ഏതാണ്ട് 7 കിലോമീറ്റർ ദൂരത്തിലാണ്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും എഫേസൂസ് നഗരവും കടന്ന് മാതാവിൻ്റെ വീട്ടിലേക്ക് 6:50 എത്തുന്നു. മാതാവിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് പറയുന്നത് കൊറേസോസ് മലമുകൾ എന്നാണ്. മലമുകളിലാണ് മാതാവിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ചെല്ലുമ്പോഴേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മറിയ മന ഏവി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മാതാവിൻ്റെ ഭവനം എന്നാണ്. 1891 ജർമ്മനിയിലെ കാതറിൻ ഓഫ് എമ്ര എന്ന് പറയുന്ന സന്യാസിക്കാണ് മാതാവിൻ്റെ വീട് ഇവിടെയാണ് എന്നുള്ള ദർശനം കിട്ടുന്നത്. പക്ഷേ സങ്കടകരമായ ഒരു വസ്തുത, ഈ മാതാവിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് കപ്പൂച്ചിൻ സന്യാസ സമൂഹം വൈദികരാണ് നോക്കുന്നതെങ്കിലും അവിടെ 5 ക്രിസ്ത്യൻ കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ സ്ഥലം ഭരിക്കുന്ന മുസ്ലിം ഗവൺമെൻറ്റിൻ്റെ ആധിപത്യത്തിലാണ്. അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ വീട് എന്ന് പറയുന്ന ഈ സ്ഥലത്തിന് ആ മുറ്റത്ത് മാതാവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. ഈ എഴുതി വച്ചിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം ബൈബിളിലെ മാതാവിനെക്കുറിച്ചുള്ള കാര്യങ്ങളല്ല, മറിച്ച് ഖുറാനിൽ മാതാവിനെക്കുറിച്ച് പരാമർശിക്കുന്ന കാര്യങ്ങളാണ് അവിടെ ഒരു ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നത്. അത്രമേൽ ഈ സ്ഥലം അവർ ഒക്കുപ്പൈ ചെയ്തിരിക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ നിരീക്ഷണവും പ്രൊട്ടക്ഷനും ഒക്കെ കൊടുത്തുകൊണ്ട് ടൂറിസ്റ്റിനെ കടത്തിവിട്ട് അവരുടെ നിയന്ത്രണത്തിലാണ് ഈ സ്ഥലം. മാത്രമല്ല അവരോട് സംസാരിക്കുമ്പോൾ അവിടെ അച്ഛന്മാർ പറഞ്ഞത് 3 വർഷത്തിൻ്റെ ഇടവേളയിൽ 6000-ഓളം ആളുകൾ ആ നാട് വിട്ടുപോയി. പലതരത്തിലുള്ള മതമർദ്ദനം കാരണം ക്രിസ്ത്യാനികൾ നാട് ഉപേക്ഷിക്കുകയാണ്.
എന്നാണ് അവിടുത്തെ അച്ഛന്മാർ ഞങ്ങളോട് പങ്കുവച്ചത്. എന്താണെങ്കിലും രാവിലെ 7 മണിക്ക് ഞങ്ങൾ കൃത്യം 6:50 തന്നെ ഞങ്ങൾ ഈ മറിയ മന ഈ മാതാവിൻ്റെ വീട്ടിൽ ഞങ്ങളെത്തി. ഞങ്ങളെ കാത്ത് അതിൻ്റെ പ്രധാന കവാടത്തിൽ അച്ഛന്മാർ നിൽപ്പുണ്ടായിരുന്നു. ഉടനെ തന്നെ വിശുദ്ധ കുർബാനയ്ക്കായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തി. അഭിവന്ദ്യ ജോസഫ് പെരുന്തോട്ടം പിതാവിൻ്റെ കാർമ്മികത്വത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു മാതാവിൻ്റെ വീട്ടിൽ. അതിനുശേഷം 8 മണിയോടുകൂടി വിശുദ്ധ കുർബാന അവസാനിച്ചെങ്കിലും അതിനുശേഷം അരമണിക്കൂറോളം സമയം ഉണ്ടായിരുന്നു. ശാന്തമായിട്ട് അരമണിക്കൂറോളം സമയം ഞങ്ങൾ പ്രാർത്ഥനയിലിരുന്നു. കാരണം 8:30ക്കാണ് പബ്ലിക്കിന് തുറന്നു കൊടുക്കുന്നത്. അത്രയും സമയം മാതാവിൻ്റെ ഭവനത്തിലായിരിക്കാനുള്ള അനുവാദം ഞങ്ങൾക്കുണ്ടായിരുന്നു. മാത്രമല്ല 8:30ക്ക് ശേഷം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ മാതാവിൻ്റെ ഭവനത്തിനകത്ത് ഫോട്ടോ എടുക്കുവാനോ വീഡിയോ എടുക്കുവാനോ ഒന്നും അനുവാദമില്ല. പക്ഷേ 8:30 വരെയുള്ള സമയത്ത് ഞങ്ങൾക്ക് മാത്രമായിട്ട് ആ സ്ഥലം അനുവദിച്ചതുകൊണ്ട് ഇതിനെല്ലാം അനുവാദം ഉണ്ടായിരുന്നു താനും. അങ്ങനെ 1.5 മണിക്കൂറോളം സമയം മാതാവ് യോഹന്നാൻ ശ്ലീഹ സുവിശേഷം അറിയിച്ച എഫേസൂസിൽ സുവിശേഷം അറിയിച്ച കാലത്ത് മാതാവ് താമസിച്ചിരുന്നു എന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്ന കത്തോലിക്കാ സഭയുടെ ഔദ്യോഗികമായ അംഗീകാരം ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിലും മാതാവിൻ്റെ വീട് ആണ് ഇതെന്ന് കത്തോലിക്കാ സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും 1967 പോൾ 4-ാമൻ മാർപ്പാപ്പ ഇവിടം സന്ദർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1979 ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയും 2006 ബെനഡിക്റ്റ് 14-ാമൻ മാർപ്പാപ്പയും മാതാവിൻ്റെ ഭവനം സന്ദർശിച്ചിട്ടുള്ളതിൻ്റെ രേഖകൾ ആ ദൈവാലയത്തിൽ അവിടെ പ്രദർശിച്ചിട്ടുണ്ട്. ആ ദൈവാലയത്തിന് ആ മാർപ്പാപ്പമാർ കൊടുത്ത സമ്മാനങ്ങൾ അതിൻ്റെ അൾത്താരയിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായ സഭയുടെ അറിയിപ്പുകൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ നടന്നിട്ടില്ലെങ്കിലും വിശ്വാസ കേന്ദ്രമായിട്ട് മാതാവ് അവസാന കാലത്ത് ജീവിച്ചിരുന്ന സ്ഥലമാണ് എന്ന് വിശ്വാസികൾ കരുതുകയും പരക്കെ വിശ്വസിക്കപ്പെടുകയും അതുപോലെ തന്നെ ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ആളുകൾ പ്രാർത്ഥിക്കുന്നതിന് അനുസരിച്ച് ധാരാളം അത്ഭുതങ്ങൾ ആ സ്ഥലത്ത് ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സാക്ഷ്യം അവിടെയുള്ള ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെ മാതാവ് താമസിച്ച ആ സ്ഥലത്ത് ആ പ്രകൃതിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥന നിർഭരായി ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ തുർക്കിയിലെ ഞങ്ങളുടെ തീർത്ഥാടനം ആരംഭിക്കുന്നത് ഈ മാതാവിൻ്റെ വീട്ടിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടാണ്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അവിടുത്തെ അച്ഛന്മാർ കാപ്പി കുടിക്കാനായിട്ട് ക്ഷണിച്ചു. അതിൻ്റെ അടുത്തുള്ള സുവനീറൊക്കെ വിൽക്കുന്ന റെസ്റ്റോറൻറ്റിലാണ് രാവിലത്തെ കാപ്പി ഒരുക്കിയിരുന്നത്. തുർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ബ്രെഡും അതുപോലെ തന്നെ കട്ട് ചെയ്ത ഫ്രഷ് വെജിറ്റബിൾസും തുർക്കിഷ് കോഫിയും ഒക്കെ കുടിച്ചുകൊണ്ട് അച്ഛന്മാരും അവിടുത്തെ ലോക്കൽ നേതാക്കളും ഒക്കെ വന്നിരുന്നു. പിതാക്കന്മാർ വരുന്നു എന്നറിഞ്ഞുകൊണ്ട് അവിടുത്തെ അച്ഛന്മാർ അവിടുത്തെ ലോക്കൽ നേതാക്കളെയൊക്കെ അറിയിച്ചിരുന്നു. കാരണം അങ്ങനെ അറിയിക്കേണ്ടതുണ്ട്. അങ്ങനെ അറിയിച്ച് ഞങ്ങൾ ഒരുമിച്ച് രാവിലെ അവർ ഞങ്ങൾക്കായി ഒരുക്കിയ കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ ഏതാണ്ട് 9:30 ഞങ്ങൾ തിരിച്ച് മാതാവിൻ്റെ വീടിൻ്റെ സന്ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എഫേസൂസ് നഗരം കാണുവാനായിട്ട് ഞങ്ങൾ താഴേക്ക് യാത്രയായി. കാരണം മാതാവിൻ്റെ വീടിൻ്റെ ഏതാണ്ട് 7 കിലോമീറ്റർ താഴെയാണ് ഈ മാതാവിൻ്റെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. എഫേസൂസിലെ കൊറേസൂസ് മൗണ്ട് നൈറ്റിംഗേൽ എന്ന് പറയുന്ന ഒരു മലമുകളിലാണ് മാതാവിൻ്റെ വീടുള്ളത്. ഈ മലമുകളിൽ നിന്നും ഏതാണ്ട് 7 കിലോമീറ്റർ താഴേട്ട് വരുമ്പോഴാണ് എഫേസൂസ് നഗരം. അങ്ങനെ ഞങ്ങൾ 9:30 എഫേസൂസ് നഗരം യോഹന്നാൻ ശ്ലീഹ സുവിശേഷം അറിയിച്ച 7 പ്രധാന സഭകളിൽ ഒന്നാണ് എഫേസൂസ്. ഈ എഫേസൂസ് നഗരം കാണുവാനായിട്ട് ഞങ്ങൾ താഴേക്ക് മലമുകളിൽ നിന്നും മാതാവിൻ്റെ വീട് കണ്ടതിന് ശേഷം ഞങ്ങൾ താഴേക്ക് ഇറങ്ങി.
കർത്താവിൻ തിരുകൈ നിണവുമിതാ പാവന ബലിപീഠേ. സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരും ഒന്നായി സന്നിധിയിൽ. വാനവനിരയോട് ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പരിശുദ്ധ കന്യാമറിയം അവസാന കാലത്ത് ജീവിച്ച് മരിച്ച വീടിൻ്റെ മുൻപിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഈ കാണുന്ന വീട് ഇപ്പോൾ ഒരു ചാപ്പലാണ്. അവിടെ ഞങ്ങൾ ഇന്ന് ഇപ്പോൾ രാവിലെ കുർബാന അർപ്പിച്ചു. ഞങ്ങൾ 4 പേര്, പാടിയത്ത് പിതാവും ജോജിനച്ഛനും ഇലഞ്ഞിക്കൽ ജോജി അച്ഛനും റോജൻ നെൽപ്പുരയ്ക്കൽ അച്ഛനും ചേർന്ന് ഇവിടെ ബലിയർപ്പിച്ചു. ഞങ്ങൾ ഈ തുർക്കിയിലെ വിവിധ പുണ്യപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കാൻ എത്തിയതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത്, മാതാവിൻ്റെ ഈ ഭവനം. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്നത് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് മാതാവിൻ്റെ സംരക്ഷണം യോഹന്നാനെ ഏൽപ്പിക്കുകയുണ്ടായി. യോഹന്നാൻ പിന്നീട് സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് അയക്കപ്പെട്ടത് ഏഷ്യ മൈനറിലേക്കാണ്. ആ ഏഷ്യ മൈനറാണ് ഈ തുർക്കി. ഇവിടെ എഫേസൂസിലാണ് യോഹന്നാൻ്റെ പ്രധാനപ്പെട്ട പ്രേക്ഷിത രംഗം. എഫേസൂസിലാണല്ലോ യോഹന്നാൻ സ്ലീഹ താമസിച്ച് സുവിശേഷം അറിയിച്ചത്. മാതാവിനെയും കൊണ്ട് പ്രത്യേകിച്ച് യെരൂശലേമിലെ മതപീഡനങ്ങൾ ഉണ്ടായപ്പോൾ എല്ലാവരും ചിതറിക്കപ്പെട്ടു. ശിഷ്യന്മാർ പലരും വധിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ട് രക്തസാക്ഷികളായി. അപ്പോൾ യോഹന്നാൻ ഏഷ്യ മൈനറിലേക്ക് തൻ്റെ പ്രേക്ഷിത രംഗത്തേക്ക് മാതാവിനെയും ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ് പാരമ്പര്യ വിശ്വാസം. അതനുസരിച്ച് യോഹന്നാൻ്റെ കൂടെ മാതാവ് ഇവിടെ താമസിച്ചു. അങ്ങനെ യോഹന്നാൻ എഫേസൂസിൽ സുവിശേഷം അറിയിക്കുകയും അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു. യോഹന്നാൻ്റെയും മരണം ഈ എഫേസൂസിലാണ്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ബസിലിക്ക ഇവിടെയുണ്ട്, മാതാവിൻ്റെ പേരിലുള്ള ബസിലിക്ക ഇവിടെയുണ്ട്. മാതാവിൻ്റെ പേരിലുള്ള ആദ്യത്തെ ബസിലിക്കയാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ പാരമ്പര്യം ചരിത്രപരമായിട്ട് ശരിയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. മാത്രമല്ല, ഇതേക്കുറിച്ച് എംറയിലെ വിശുദ്ധ കാതറീന എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദർശനത്തിൽ ഈ വിവരങ്ങൾ അറിയിക്കപ്പെട്ടതായിട്ടും പറയപ്പെടുന്നു. മറ്റ് ചരിത്രരേഖകളും എല്ലാം വെച്ച് നോക്കുമ്പോൾ മാതാവ് അവസാനമായി ജീവിച്ചത് മരിച്ചത് ഇവിടെയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. പുണ്യപ്പെട്ട ആ ഭവനത്തിന്മേൽ 4-ാം നൂറ്റാണ്ടിന് ശേഷം നിർമ്മിക്കപ്പെട്ട ഒരു കപ്പേളയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ സ്ഥലത്ത് തന്നെയായിരുന്നു മാതാവിൻ്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്നത് 4-ാം നൂറ്റാണ്ട് വരെ. അങ്ങനെ ഇവിടെ തന്നെയായിരുന്നു ഈ ഭവനം. ഇവിടെ ആദ്യത്തെ ഭവനം. ഒരു ശേഷം അതിൻ്റെ മേൽ നവീകരിക്കപ്പെട്ട ഒരു കപ്പേളയാണ് ഇത്. നമുക്ക് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഈ വാസസ്ഥലത്തിൻ്റെ അവസരത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥം പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി, എല്ലാവർക്കും, പ്രത്യേകിച്ച് എല്ലാ കുടുംബാംഗങ്ങൾക്കും വേണ്ടി, കുടുംബ ജീവിതക്കാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയുണ്ടായി. നമുക്ക് ഈ പുണ്യപ്പെട്ട ഈ ഭാഗ്യത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു.